ഇനി നമുക്ക് ഈ ഒരു യൂസറെ എങ്ങനെ ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം. വൺസ് ക്ലയൻറ്റ് ഡാഷ്ബോർഡിൻ്റെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ യൂസർ ഡീറ്റെയിൽസ് കൊടുക്കാം. പേര് കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതൊന്നും മാൻഡേറ്ററി അല്ല. പേര് മാൻഡേറ്ററി ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊന്നും മാൻഡേറ്ററി അല്ല. നമുക്ക് ഡാറ്റാസ് അറിയാമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അതല്ലെങ്കിൽ വിടുക. അതിനുശേഷം ആഡ് യൂസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വൺസ് യൂസർ സക്സസ്ഫുള്ളി ലോഡ്ജ് ആയതിനു ശേഷം അതിൻ്റെ അകത്ത് കയറി ഒരു ഓറഞ്ച് ഐക്കൺ ലെഫ്റ്റ് ടോപ്പിൽ കാണുന്നുണ്ട്. അത് പാക്കേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻസോ സെഷൻസോ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനും സെഷനും എന്താണ് എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 1 മന്ത്, 3 മന്ത്, 6 മന്ത്, 1 ഇയർ, 2 ഇയർ, 3 ഇയർ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ബേസിക്സിൽ കൊടുക്കുന്ന സംഭവത്തെയാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അത് ഡേറ്റ് ബേസിലായിരിക്കും അത് എക്സ്പയർ ആകുന്നത്. കൂടുതലും പ്രാക്ടീസ് സബ്സ്ക്രിപ്ഷനിലാണ് കണ്ടിട്ടുള്ളത്. അടുത്തതായി പാക്കേജ് ഉള്ളത് സെഷൻസ് ബേസ്ഡ് ആണ്. 30 സെഷൻ, 20 സെഷൻ, 10 സെഷൻ. അപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് എടുക്കുന്ന ഒരു പാക്കേജ് ആ സെഷനിൽ ആഡ് ചെയ്യാം. വൺസ് ഓരോ പ്രാവശ്യം ആൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ഒരു സെഷനായിട്ട് എടുക്കും. ആഡ് ചെയ്ത യൂസർക്ക് ഒരു പാക്കേജ് സെലക്ട് ചെയ്തു. 6 മന്ത്സ് എന്നുള്ള പാക്കേജാണ് സെലക്ട് ചെയ്തത്. 120 ദിവസം വാലിഡിറ്റി ഉണ്ട്. ആൾക്കൊരു 1000 രൂപ ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6000 എന്നുള്ള പാക്കേജിൽ 5000 ആൾ പേ ചെയ്താൽ മതി. ഈ 5000 പേ ചെയ്യേണ്ട സാഹചര്യത്തിൽ ആൾക്ക് ഇപ്പോൾ 4000 രൂപയെ കയ്യിലുള്ളൂ. അപ്പോൾ 4000 രൂപ എമൗണ്ട് ആൾ പേ ചെയ്തു. അപ്പോൾ താഴെ തന്നെ പെൻഡിങ് എമൗണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യാം. ഏത് മോഡിലാണ് പേയ്മെൻറ്റ് വന്നതെന്നും സെലക്ട് ചെയ്യാം. ഇവിടെ UPI ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വൺസ് അത് ആഡ് ചെയ്യുമ്പോൾ അത് എന്ന് മുതൽ ആക്റ്റീവ് ആണെന്നുള്ള ഓപ്ഷൻ ചോദിക്കാം. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്.